എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കിലേക്ക് ചായച്ചു വെക്കാനോ? എന്താ അതെ, ഒരാളൊക്കെ പോണുണ്ടല്ലോ ഇവിടെ നിൽക്കുക എന്താണ് പെരുന്തച്ച മണി ഇതുപോലെ വയലാറ് എഴുതുപോലെ. അപ്പോൾ ഇന്നത്തെ ഫിഷിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. നമ്മുടെ പുഴയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. വാട്ടർ കണ്ടീഷനൊക്കെ മോശമാണ്. അപ്പോൾ നടന്നില്ലെങ്കിൽ നമ്മൾ കായലിലേക്ക് പോകണം, അങ്ങനെയുള്ള ഒരു ഉദ്ദേശമാണ്. ഒരു ചെറിയൊരു കുക്കിങ് എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. സമയം കിട്ടാൻ ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായി ഞങ്ങൾ ഇറങ്ങി. അടിച്ചാ ഉടക്കിയതാണോ? അങ്ങനെ വലിച്ച വരില്ല എൻ്റെ പ്രതീക്ഷയായി. വെള്ളം അപ്പുറത്ത് കിടക്കിയ ഒരേയുള്ളതേ തടി. കല്യാണം നടക്കാൻ പോകുന്നു. ഈ അടിയിലൊക്കെ മൊത്തം കൊണ്ട് നമ്മൾ വലയിട്ടിടാന്ന് പറയും മീൻ നിൽക്കാതെ. ഇങ്ങോട്ട് എടുക്കണ്ടേ? യെസ്, അയ്യോ യെസ്. പ്രതീഷ് ഭായ്, നമുക്കൊരു 1/2 കിലോ ഉള്ള ഒരു കുഞ്ഞ് ചെമ്പല്ലിയാണ് അടിച്ചതാണ്. അപ്പോൾ നമ്മളൊരു 1 കിലോയുടെ താഴത്തോട്ടൊക്കെ ഉള്ളതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് മത്സ്യസമ്പത്തൊക്കെ ഇവിടെ നമുക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ അത് കാരണം വളർത്തി വലുതാക്കാനായിട്ട് ഇവനെ പിടിച്ചു, ഞങ്ങൾ എൻജോയ് ചെയ്തു. ചെറുതായത് കാരണം ഞങ്ങൾ വിടുവാണ്. ഞങ്ങളുടെ കയ്യും എംറ്റിയാണ്. ഞങ്ങളുടെ കയ്യിൽ വേറെ ഇന്ന് ചെമ്പല്ലിയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും ആകെ ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. എന്നാലും നമ്മൾ ആ ഒരു മെസ്സേജ് എല്ലാവർക്കും ഒരു പോസിറ്റീവ് തോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇതിനെ ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ ഇതേപോലെ ചെയ്യണമെന്നല്ല, എന്നാലും വളരെ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് വിടാം. അപ്പോൾ നാളെ നമ്മുടെ തലമുറ കഴിഞ്ഞും ഈ സമ്പത്തൊക്കെ ഇച്ചിരിയൊക്കെ ബാക്കിയുണ്ടാവും. GoProയിൽ എത്രമാത്രം കിട്ടുമെന്ന് അറിയില്ല. എല്ലാവരും കിടുക്കിയിരിക്കുകയാണ്. നല്ല 2-3 ഇടിവെട്ട് വെട്ടി എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ള ആഗ്രഹത്തിലായി. ശരിക്കും നമ്മൾ ഓപ്പൺ വാട്ടറിൽ പോകുമ്പോഴത്തേക്കും സേഫ്റ്റി
ഫെയിലിയേഴ്സൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഈ മിന്നിർച്ചിലും ഒരു തരത്തിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആൻറ്റിന പോലെ കയ്യിലിരിക്കുന്ന കാർബൺ ഗ്രാഫൈറ്റ് റോഡൊക്കെ ആണെങ്കിൽ ഒന്നും പറയാൻ വേണ്ട, ഇടിവെട്ട് മറ്റേ റഡാർ വെച്ച് പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ ഒരു പാലത്തുമ്മേ കയറിയിരിക്കുക, മഴയാണ് പുറത്ത്. അപ്പോൾ സ്റ്റൗവും കരിയൊക്കെ എടുത്തിട്ട് ചുമ്മാ ബ്രെഡ് ഓംലേറ്റ്. ആർക്കാ എന്താ വേണ്ടേ? അല്ലെങ്കിൽ ബണ്ണായാലും മതി. അരമണിക്കൂറിൽ തീരുവാ. എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റുമോ? നീ വന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വളർച്ചയിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് മാത്രം വരുന്ന ഒരു രീതിയാണ്. എനിക്കതല്ല, നീ ഇതുണ്ടാക്കൊണ്ടല്ലേ ഞാൻ ഒന്നും മിണ്ടാതിരിക്കണത്. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ബഹളം വെച്ചേ പോകാന്ന് പറഞ്ഞു. ഇവനെ നമുക്ക് കളയാൻ സമയമായിട്ടോ. കുറെ നാളായിട്ട് ഇപ്പം മീൻ പിടിച്ചതാ, തിരിച്ച് മാത്രമേ നടക്കുള്ളൂ. അതെ, അത് ആദ്യം പറയാം. ഫിഷിംഗ് ആണ് ഉത്തമം നിന്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും. ഇനിയിപ്പോ ക്യാമറ അറിയാതെ കയ്യിൽ താഴെ പോകും. ക്യാമറ പിടിക്കണമെങ്കിൽ ഒരു ദിവസം ഒരു 500 രൂപ തരാം. ഇനിയാണെങ്കിൽ ക്യാമറ പിടിക്കാൻ 10-25 രൂപ നിനക്കും തരാം. ബാക്കിൽ മറ്റേ ഇത് മിന്നൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കാണാനായിട്ട്. എടാ ഇടക്ക് ഓഫ് ചെയ്യാം, സാധനം ബാക്ക് തീർന്നു. ഒരു കാര്യം ചെയ്താൽ നമുക്ക് ബർഗർ കിങ്ങിൽ പോയിട്ട് ബർഗർ മേടിച്ച് കഴിച്ചാല. എന്നാ പണി എളുപ്പമായിരിക്കും. തുറന്നിരുന്ന സാധനം ഓഫ് ചെയ്ത് അടച്ചാ തുറന്നു. ഇത് പാത്രം കഴുകാനൊക്കെ എളുപ്പമാണോ? പിന്നെ നേരെ പുറകെ പുഴയാണ്. മറിച്ചിടാൻ ചട്ടകയില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കും. ചിക്കൻ ഇത് താറ മുട്ടയാണോ അതോ കോഴിമുട്ടയാണോ? കോഴിമുട്ട. വയറ്റിലേക്ക് ശുദ്ധമായ തമിഴ്നാട്ടിലുള്ള അണ്ണാച്ചിമാരുടെ ഫാമിലുണ്ടായ വയറ്റിലെ കൊണ്ട മുട്ട. തമിഴ്നാട്ടിലാണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഹാച്ചറുണ്ട് ഇപ്പോൾ അല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് 5 കോടി മുട്ടയാണ് കേരളത്തിലേക്ക് സപ്ലൈ. 5 കോടി. നമ്മുടെ ഈ ചട്ടകവും കാര്യമൊന്നുമില്ല. ഒരു 5 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു കുഞ്ഞി കത്തി കൊണ്ട് ഇങ്ങനെ പയ്യ മറിച്ചെടുക്കും. നായകനാവശ്യമില്ല, സൗന്ദര്യം ആവശ്യമില്ലാത്ത കഥാപാത്രമാണ്. എനിക്ക് സൗന്ദര്യം ആവശ്യത്തിനുണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട്. ആ ചെയ്തോ. നമ്മൾ ഉപ്പും സാധനങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ചിലവരുടെ ശല്യം പ്രമാണിച്ച് നമ്മളിത് കൂട്ടി വെക്കുന്നു. എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. മറ്റേ ബണ്ണ് കട്ട് ചെയ്ത് വെച്ചേക്കണം അല്ലേ? ആ, ഇത് നമ്മൾ ഏത് കമ്പനിയുടെ റിച്ച് ബൺ. ശരിക്കും ബർഗർ ബണ്ണൊക്കെയാണ് വേണ്ടത്. ഹോം മെയ്ഡ് മയണൈസും അങ്ങോട്ട്. ആ ടൊമാറ്റോ സ്ലൈസ് വെച്ചു, മയണൈസ്, അതിൻ്റെ പുറത്ത് ഒരു ഓംലേറ്റിൻ്റെ ഒരു കഷ്ണം, സവാള വെച്ചു. ചാറ്റ് മസാല, മയണൈസ് ഇതിൻ്റെ അകത്ത് ചാറ്റ് മസാല ഇടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല.
അപ്പം ആ പ്രതീക്ഷ പോയി അങ്ങോട്ട് അതിൻ്റെ എങ്ങനെയുണ്ടാ ഉപ്പ് കുറവല്ലേ? കുറവാണ്, പക്ഷേ ഈ ഉപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. ചാറ്റ് മസാല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. മൈനസ് കൊള്ളാം. ഇതൊക്കെ ഞങ്ങളുടെ ചെറിയ ചെറിയ അഭ്യാസങ്ങൾ മാത്രം. ഇത് കാണിച്ചു തരാൻ വേണ്ടി അടുത്തത് ഞാൻ കഴിക്കുവേ. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്ത് രസമാണ്, ഇടിവെട്ട്. ഒരു സ്മോക്ക് ചെയ്തപ്പോഴാണ് കൂടി ഗ്രില്ലിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഗ്രില്ലല്ല, മറ്റേ സ്റ്റീക്ക് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ടേസ്റ്റ്. ഇച്ചിരി മയണൈസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പുറത്തോട്ട് കഷ്ണം മുട്ട വെച്ച് കൊടുക്കുക. ഹെവി ബർഗർ ഉണ്ടാക്കി തരട്ടെ പ്രതീഷ് ഭായി? അല്ല മീഡിയം വേണോ? എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോ കേട്ടോ. മീഡിയം കൊടുത്താൽ മതി. സാധാ മനുഷ്യൻ എനിക്ക് മീഡിയം കിട്ടിയത് കൊണ്ട് എല്ലാവർക്കും മീഡിയം മതി. ചാറ്റ് മസാല ലെയർ കൂടെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? എല്ലാത്തിലും മയണൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മയണൈസ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഹോം മെയ്ഡ് മയണൈസ് വേണമെങ്കിൽ പക്ഷേ ടേസ്റ്റി ആട്ടോ. എന്നാ കടിച്ചോ. നിങ്ങളെ ടോർച്ച് ഫോക്കസ് കിട്ടിയില്ല. എങ്ങനെയുണ്ട്? കാലയിലൊക്കെ വീണ് ടേസ്റ്റ് ഉണ്ടോ? നേരെ പിടി അല്ലെങ്കിൽ ഒളിച്ചു പോകും. ബർഗർ നേരെ പിടി. ബർഗർ കഴിക്കാൻ അറിയാൻ പാടില്ലാത്ത കൺട്രി ഹെഡ്. എങ്ങനെയുണ്ട്? അത് പ്രതീക്ഷയുടെ ഇച്ചിരി കൂടി ഉപ്പുണ്ടാവും. നിന്റെ കോട്ടയിൽ ഒരെണ്ണം കുറവാട്ടാ. ആ ചാറ്റ് മസാലയുടെ ടേസ്റ്റാണ് അതിന് കട്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ പട്ടിങ്ങടുത്തേ എനിക്ക് വേണ്ട, ഞാൻ ഉണ്ടാക്കിയെടുത്തോ. നീ കത്തിച്ചേ. ഇനി ഞാനിവിടെ ഇങ്ങനെ കുക്കെന്നൊന്നും പറഞ്ഞൊന്നുമല്ല, എല്ലാവരും ഉണ്ടാക്കണം. ചൂണ്ടയിടിയിൽ കഴിയുമ്പോൾ നമ്മളൊക്കെ മികച്ച കുക്കുകളായി മാറും. അപ്പോൾ ഇതെല്ലാ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നൊന്നും അറിയാൻ പാടില്ല, എന്നാലും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. ബ്രെഡ് ചെറുതായിട്ട് ബട്ടറിൽ ചൂടാക്കിയാൽ തന്നെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഓംലേറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഈ ക്രിസ്പിയായിട്ട് ഈ കുക്കും ഈ ക്യാബേജും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനും ഒരു ടേസ്റ്റ് കിട്ടും. ഞാനുണ്ടാക്കിയിട്ട് നല്ലതെന്നല്ല, കഴിക്കാൻ നല്ല സുഖമാണ്. നമ്മൾ മുട്ടയും എണ്ണയൊക്കെ കൂടി ചേർത്ത് ഇച്ചിരി വെളുത്തുള്ളും കൂടി ഇട്ടിട്ട് നമ്മുടെ ഗാർലിക് ഡിപ്പിൻ്റെ ടേസ്റ്റിലാണ് നമ്മൾ ഹോം മെയ്ഡ് മയണൈസ് എന്ന് പറഞ്ഞുണ്ടാക്കണം. ശരിക്കും മയണൈസ് അങ്ങനെയല്ല, പക്ഷെ അതേപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് അവിടെ ബർഗർ മുട്ട കൈ വെട്ടുന്നു സമയത്താണ് നമുക്കൊരു ചെമ്പല്ലി കിട്ടിയത്. പക്ഷെ ആ ചെമ്പല്ലിനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ വെച്ച് തവ ഫ്രൈ ഒക്കെ ചെയ്യാൻ നല്ല രസമായിരുന്നു. പക്ഷെ ഞങ്ങളത് ചെയ്തില്ല, കാരണം ചെറിയ ചെമ്പല്ലി ആയതാണ്, 10-600 ഗ്രാമേ ഉള്ളൂ. പിന്നെ ഇന്നും ഞങ്ങൾ അങ്ങനെ ഹെവി ആയിട്ട് കുക്ക് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. നമുക്ക് ആകപ്പാടെ കിട്ടിയത് 2 മണിക്കൂറാണ് ഫിഷിങ്ങിന്. അപ്പോൾ ആ ഇച്ചിരി സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്ത്, അത് ഞങ്ങൾ അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാരണം ഇതേപോലെയൊക്കെ ഒന്ന് ആക്കി. പിന്നെ ചെമ്പലിയൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നെ. പിന്നെ ഇതിപ്പോൾ ഒത്തിരി വൈകിപ്പോയിട്ടോ. നമ്മളിപ്പോൾ ഒരു ഏകദേശം 8-8:30 എത്ര മണിയാടാ? 8:30 മണിയൊക്കെ ആയി. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറിൽ താഴെ ഒരു പയ്യൊക്കെ പോകാൻ പറ്റുള്ളൂ, രാത്രി ആയത് കാരണം. നമ്മുടെ അധികം വെളിച്ചമൊന്നുമില്ല. പിന്നെ നല്ല ഇടിവെട്ടും കാര്യമൊക്കെയാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഒരു പാലത്തിൻ്റെ താഴെയാട്ടോ, കാണിച്ചു തരാം. ഇത് പാലത്തിൻ്റെ പില്ലറാണ്. മുകളിലോട്ട് അടിച്ചടാ.
കണ്ടോ, ഈ ഒരു പാലത്തിലാണ് നിൽക്കണേ. ഞാൻ നിൽക്കണതിൻ്റെ താഴെ വശം ഞങ്ങൾക്ക് കൈയൊക്കെ ഇട്ട് കഴുകാൻ പുഴയാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്തത്. ഇതൊരു രസം, ഒരു സന്തോഷം. അല്ലാതെ ഒത്തിരി നല്ല ഒരു കുക്കിംഗ് മെത്തേഡെന്നൊന്നും പറയില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ചെയ്യുക. ഇവിടെ ആകുമ്പോൾ വൃത്തികേടായിട്ട് ചെയ്യുക. അതുള്ള വ്യത്യാസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിരിക്കും കൂടുതലും ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഓക്കെ, ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. ബൈ.